സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊന്നാൻ കൗണും അല്ലാഹു തആല 10 അനുഗ്രഹം കൊടുക്കുക. അല്ലാഹു ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനാക്കുന്ന ഹദീസിൽ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നിശ്ചയമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അയ്യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ ഒരാൾക്ക് ശർറിനായിട്ട് വയ്യാവുള്ളൂ. അതായത് ശർറായിട്ടൊരു മനുഷ്യന് വയ്യായിട്ട് എതിരാവുന്ന അഹാഹുൽ മുസ്ലിമ അയ്യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ മറ്റൊരു മുസ്ലിമുടെ ഞങ്ങളുടെ ഒരു സഹോദരനായ ഒരു മുസ്ലിമുടെ ഒരു ചങ്ങായിയായ മുക്തനായ മനുഷ്യരെ അവനുകൊണ്ടുള്ള മോശമാക്കണോ, അവിടെ നിസ്സാരായിട്ട് കാണോ. അല്ലെങ്കിൽ ഉദാഹരണം ചൊല്ലണമെങ്കിൽ ഒരാള് ഞങ്ങളുടെ പൈസ എടുത്തോളൂ, ഞാൻ എന്താക്കണോ ചെല്ലായിരം പൈസ തരും, ഒരു 10 നാൾ കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് പണ്ടത്തിങ്ങൾ തന്നെ ചൊല്ലിട്ടു എടുത്തോളൂ. പിന്നെ എന്തായാലും കേട്ടേക്ക് കൊടുക്കൂടേ, എത്ര കേട്ടേക്ക് കൊടുക്കൂടേ, നാളെ തന്നെ നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്, ബാങ്ക് നമ്പറിനാക്കി കാണുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കുമോ. ആ മനുഷ്യനത് വലിയ ഷർറായിട്ട് മുസീബത്തായിട്ട് ഒരു മുസ്ലിമുടെ മനസ്സിൽ ഉമ്മലാക്കൊടുത്തീര, ഒരു മുസ്ലിമുടെ നിസ്സാരായിട്ട് കാട്ടോടുത്തീര, ഒരു തങ്ങളുടെ സഹോദരനായ ഒരു മുസ്ലിമുടെ എപ്പോഴും എന്താ കൊടുത്തീര, അവർക്ക് ബുദ്ധിമുട്ട് കൊടുത്തീര. അങ്ങനെ ഒരു മുസ്ലിമോ മറ്റൊരു മുസ്ലിമുടെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ കണ്ടെങ്കിൽ അവിടെ നിസ്സാരാക്കിയിട്ട് കണ്ടെങ്കിൽ അത് പിന്നെ ഷർറായിട്ട് എപ്പാണോ തീരുകയില്ല. അവിടെ ബിസി എത്ര പോയിട്ട് കേട്ടേക്കും ഔത്തുക്ക് പോയേക്കും എന്നെ പോയേക്കും അവിടെ എന്തെങ്കിലും തെളിച്ചൊന്ന് തപ്പാക്കണം കൊടുക്കൂടേ ഇല്ല. ഇതേപോലെ വേറെ ഒരുപാട് വിഷയത്തില് ഒരു മുസ്ലിമായ മനുഷ്യ ഇതൊരു മുസ്ലിമായ മനുഷ്യരെ എത്രയോട് കൊത്തീര, ബുദ്ധിമുട്ടോട് കൊത്തീര, നിസ്സാരായിട്ട് കാട്ടോട് കൊത്തീര, വേണ്ട കാട്ടിക്കോട് കൊത്തീര. ചതുക്ക് അവൻ ആക്കിയാറുണ്ട് കണ്ടെങ്കിൽ അത് നിനക്ക് വലിയ ഷർറായിട്ട് ഒരുപാട് ആഫത്ത് പറയുന്നത് കാരണമായിട്ട് അല്ലാഹു തആല അത്തരത്തിലുള്ള ആത്മാരെ തൊട്ട് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കടക്കാരന് തിരിച്ച് കട കൊടുക്കുമല്ലേ മനസ്സ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരാള് ബുദ്ധിമുട്ടാക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മളാരെയും അല്ലാഹു തആല പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല അവരുടെ സ്വഭാവം അവർ മോശമായ ഒരു സ്വഭാവം നമ്മുടെ മക്കൾ ആരും അല്ലാഹു തആല കൊടുക്കാണ്ടിരിക്കട്ടെ. അല്ലാഹുവിനെ മക്കളെ ഇതുപോലത്തെ സ്വഭാവം ഇല്ലാത്ത നല്ല ചന്തത്തെ ബുദ്ധിയുണ്ട്, നല്ല സ്വഭാവമുള്ള ആത്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാരെയും നീ പെടുത്തലേ അല്ലാഹ്. മറ്റൊരാൾ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യനെ നമ്മളാക്കുന്ന പോലത്തെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നീ നമ്മൾ ആരെയും പെടുത്തരുത് റബ്ബേ. അല്ലാഹു അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരെ നന്നാക്കുന്നു അല്ലാഹ്, അവരുടെ മനസ്സിൽ നന്നാക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ നല്ല ചിന്തയിൽ ജീവിക്കുന്നു അങ്ങനെ എല്ലാവരും നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ച തമ്പുരാനേ ശത്രുക്കളെ മിത്രക്കളായി കാണാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ശത്രുക്കളുടെ ശരണത്തിൽ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മറ്റുള്ളവരെ നിസ്സാരമായി കാണുന്ന ആത്മാരെ ശരണത്തൊട്ട് തന്നെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ അത്തരത്തിലുള്ള ശരണായ അഹൽക്കാരെ തൊട്ട് ഞങ്ങൾ നീ ദൂരത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ അഹൽക്കാരെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണേ റബ്ബേ. സിഹിറന്മാരുടെ സിഹിർ നീ ബാത്തിലാക്കണോ അല്ലാഹ്. എല്ലാവരും മാത്രമേ നമ്മുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ പാപ്പും മകനെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റബ്ബേ. നമ്മുടെ പെണ്ണെ മക്കളുടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണം അല്ലാഹ്. ഞങ്ങളുടെ റിസ്ക് നീ വിശാലമാക്കി ചൊരിച്ചു തരണം അല്ലാഹ്. മരിക്കുന്ന ടൈമുള്ള റബ്ബേ നെയ്യത്ത് പോലും കടക്കാരെ നെയ്യത്ത് പോലും മനുഷ്യന്മാരെ എടുക്കൊടുക്കൂടല്ലേ. തന്റെ കടനി തരണ്ട് ഒരു കടനിക്ക് തരണ്ട് ഈ മയ്യത്തിനെ എടുത്തുപോലും കുട്ടിതായിട്ട് നാളെ കടക്കാരൻ മയ്യത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും എത്തുവാക്കണം തീരാവുന്ന മരിക്കുന്ന ടൈമിലും ഒരു ഹക്കും ഒരു കടവും ബാക്കിയില്ല മരിക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് മഹാഭാഗ്യം നൽകുന്നു. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി